ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് മുരിങ്ങയിലയും പരിപ്പും വെച്ച് ഒരു കറി കൂടി ഉണ്ടാക്കി നോക്കിയാലോ? വാ, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ: മുരിങ്ങയില, കറിവേപ്പില, വത്തൽമുളക് ചെറുതായി മുറിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചുവന്ന ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് പരിപ്പ്, 3 വിസിലടിപ്പിച്ച് വെച്ചത്. 3 വിസിലടിപ്പിക്കുമ്പോഴേക്കും കുറച്ച് നന്നായിട്ട് വെന്ത് പോകും. 2 വിസിലടിച്ചാലും മതി. പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഞാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മുടെ തേങ്ങ, മഞ്ഞളും ജീരകവും ചുവന്നുള്ളിയും അല്പം പച്ചമുളകും കൂട്ടി അരച്ചെടുക്കണം. അപ്പം നമുക്കത് ആദ്യം തന്നെ ഒന്ന് അരച്ച് റെഡിയാക്കി വെക്കാം. അങ്ങനെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ സമയം കൊണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു. ചട്ടി ചൂടായി തുടങ്ങി നന്നായിട്ട്, അതുകൊണ്ട് പുകയൊക്കെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. കടുക് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. കടുക് ഇടണം. കടുകിട്ടു. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പ്, പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പ്, അതുപോലെ വത്തൽമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. പെട്ടെന്ന് തന്നെ തീരുന്ന പരിപാടിയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും നാട്ടിലൊക്കെ നമ്മൾ മുരിങ്ങയില ഒത്തിരി ഉള്ളതുകൊണ്ട് മുരിങ്ങയില മാത്രമായിട്ട് കറി വെക്കും. പക്ഷേ നമുക്കിവിടെയൊക്കെ മുരിങ്ങയില കുറവായതുകൊണ്ട് നമ്മൾ മുരിങ്ങയിലയും പയറോ പരിപ്പോ ഒക്കെ കൂട്ടിയിട്ട് കറി വെക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം കുറച്ചുകൂടി നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയിലേക്ക് ഉള്ളെങ്കിൽ പോലും നമുക്ക് നല്ലൊരു കറിയായി കിട്ടുകയും ചെയ്യും. അപ്പം അത് റെഡിയായി. ഇനി നമുക്ക് തേങ്ങ ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചച്ചൊവയെല്ലാം ഒന്ന് മാറ്റി ചൂടാക്കി എടുക്കണം. ചട്ടിക്കകത്ത് നമ്മൾ കറികൾ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടി ഒരിക്കൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചൂടാവാൻ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടിയിൽ നല്ലപോലെ ചൂട് നിൽക്കും. നമ്മൾ കറിയൊക്കെ വെന്ത് എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലും പിന്നെയും ചട്ടിയുടെ ആ ചൂടിൽ കുറച്ചുകൂടെ വേഗം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വെന്ത് പോകുന്ന ടൈപ്പ് കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതൊരു 3/4 വേവാകുമ്പോൾ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റണം. ചട്ടിയിൽ നിന്ന് മാറ്റണമെന്നല്ല, ചട്ടിക്കകത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വീണ്ടും ഇരുന്ന് വേകുന്നതുകൊണ്ട് എന്തെല്ലാം നല്ല പാകമായി വരും. അപ്പം ഇതിൻ്റെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും വരത്തില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാവുന്ന പരിപാടിയാണ്. അപ്പം മുരിങ്ങയില ഇട്ട് ഇന്ന് നന്നായിട്ടൊന്ന് വഴറ്റുന്നു. തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. കൂടുതൽ തീ കൂടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നു. വഴറ്റിയതിന് ശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കും. കണ്ടോ,
ഇത്രയേ ഉള്ളൂ പരിപാടി. നന്നായിട്ട് യോജിപ്പിച്ച് തീ അല്പം കൂട്ടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം പരിപ്പ് നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ നമുക്ക് റൊട്ടിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അതിനൊരു ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വേവുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ചോറൊക്കെ ഉണ്ടുമ്പോൾ നമുക്ക് തോരനല്ല ഒരു മെഴുക്ക് പുരട്ടി പോലെയൊക്കെയാണ് കഴിക്കേണ്ടതെങ്കിൽ നമ്മൾ അധികം വേവിക്കാനായിട്ട് ഇരിക്കേണ്ട. എങ്ങനെയാണെങ്കിലും മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തോളം നമ്മളത് വേവിച്ചെടുക്കണം. അങ്ങനെ ഏകദേശം 5 മിനിറ്റോളം സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ പൊങ്ങി സെറ്റായിട്ടുണ്ട്. മുരിങ്ങയില നന്നായിട്ട് വെന്തു, പരിപ്പൊക്കെ കൂടി നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു സ്വല്പം പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. സ്വല്പം പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കളി തീർന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കിപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. 80 രൂപയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് നമ്മളുണ്ടാക്കിയ മുരിങ്ങയില പരിപ്പ് കറി എന്താ നല്ല ചൂട് പൊങ്ങുന്നു. സൂപ്പർ. റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.